ബാലരാമപുരം അവണാകുഴിയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ KSRTC ബസ് കടയിലേക്കും വെയിറ്റിംഗ് ഷെഡിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും ഇടിച്ചുകയറി ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടു. മറ്റു 2 ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടിയായിരുന്നു അവണാകുഴി ജംഗ്ഷനിൽ നാടിനെ നടുക്കിയ അപകടം അരങ്ങേറിയത്. കാഞ്ഞിരംകുളം ഭാഗത്തു നിന്നും നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോ ഡ്രൈവർ അവണാകുഴി സ്വദേശി സുധാകരനാണ് മരിച്ചത്. ഓട്ടോ ഡ്രൈവർമാരായ ഷൈനുവും യശോധരനും പരിക്കുകളോടെ ചികിത്സയിലാണ്. അടച്ചിട്ടിരുന്ന മുരുകൻ്റെ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറിയ KSRTC ബസ് സമീപത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഇടിച്ച് അതിൻ്റെ മേൽക്കൂരയുമായി ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 3 ഓട്ടോയ്ക്ക് മുകളിലേക്ക് വെയിറ്റിംഗ് ഷെഡിൻ്റെ മേൽക്കൂര പൂർണ്ണമായും ചെന്നിടിക്കുകയായിരുന്നു. ഈ ഓട്ടോയിലുണ്ടായിരുന്ന സുധാകരനാണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടത്. ഇതേസമയം മറ്റ് 2 ഡ്രൈവർമാരും 2 ഓട്ടോയിലായിരിക്കുകയായിരുന്നു. ഒരാളുടെ കൈക്കും പൊട്ടലുണ്ട്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിനവും ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. മുന്നിൽ നിന്നും വന്ന ബസ്സിലേക്ക് യാത്രക്കാർ കയറിയതാണ് വലിയ ദുരന്തം ഒഴിവായതെന്നും കണ്ടുനിന്ന നാട്ടുകാർ പറയുന്നു. എന്നാൽ KSRTC ബസ് തകരാറിലായിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. പ്രദേശവാസികൾക്കും സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർക്കും പ്രിയങ്കരനായ സുധാകരൻ്റെ മരണം ഒരു നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മംഗലത്തുകോണത്ത് ഒരു KSRTC ബസ്സിൻ്റെ ടയർ ഇളകി മാറി അപകടത്തിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്കാണ്. മുക്കോലയിൽ KSRTC ബസ് ബൈക്കിലിടിച്ച് യാത്രക്കാരൻ മരണപ്പെട്ട ദാരുണമായ സംഭവവും കഴിഞ്ഞ ദിവസം അരങ്ങേറിയിരുന്നു. നിരന്തരം അപകടം വരുത്തുന്ന KSRTC ബസ്സിൻ്റെ ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അപകട സ്ഥലത്ത് കൂടിയ നാട്ടുകാരും അഭിപ്രായപ്പെടുന്നു. തകരാറുള്ള ബസ്സുകളാണെങ്കിൽ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും നാട്ടുകാരിൽ അഭിപ്രായമുയരുകയാണ്. സംഭവ സ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. നെയ്യാറ്റിൻകര പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി വരുന്നുണ്ട്.